ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിമിംഗല ഛർദി വിൽക്കുവാൻ ശ്രമിച്ചയാൾ പിടിയിൽ. യെരുശലേമിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം. ഈ വർഷത്തെ ബിസിനസ് അവാർഡ് തബീത എന്ന മിടുക്കി സ്വന്തമാക്കി. ഈ വർഷത്തെ ലോക സുന്ദരിപ്പട്ടം എസ്തേറിന്. 2024-25 അധ്യയന വർഷത്തെ ഗ്രേസ് ബൈബിൾ സ്കൂളിന്റെ ആനിവേഴ്സറി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തിമിംഗല ഛർദി വിൽക്കുവാൻ ശ്രമിച്ചയാൾ പിടിയിൽ. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം. തിമിംഗല ഛർദിയാണെന്ന് കരുതി യോനായെ വിൽക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. ഇന്നലെ കടൽക്കരയിൽ നിൽക്കുകയായിരുന്ന പ്രതി പെട്ടെന്ന് ഒരു വലിയ മത്സ്യം എന്തോ കരയിലേക്ക് ഛർദിക്കുന്നതായി കാണുകയും അതിനെ കടത്തി വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് തിമിംഗല ഛർദി അല്ലെന്നും ദൈവകൽപ്പന അനുസരിക്കാത്ത തന്നെ ഒരു മത്സ്യം വിഴുങ്ങിയതാണെന്നും യോന അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യോന കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിനവെ പോലീസ് യോനയെ വിട്ടയച്ചു. എന്നാൽ യോനയെ വിൽക്കാൻ ശ്രമിച്ച പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. മനുഷ്യക്കടത്ത് നടത്തിയ മത്സ്യത്തെ പിടിക്കാൻ നിനവെ പോലീസിന്റെ പ്രത്യേക സംഘം തിരിച്ചിട്ടുണ്ട്. യോനയെ വിൽക്കാൻ ശ്രമിച്ച പ്രതിയെ അതിവിദഗ്ധമായി പിടികൂടിയ സ്പെഷ്യൽ കൺട്രോളർ ഓഫ് പോലീസ് ഇൻചാർജ് മിസ്റ്റർ സാംസൺ മനോഹ പ്രതിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. യെരുശലേമിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം. യെരുശലേം മതിലിന്റെ പണിയുമായി ബന്ധപ്പെട്ട് രാവും പകലും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന മിസ്റ്റർ നെഹമ്യാവിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ മക്കൾക്കുമെതിരെയാണ് ഇന്നലെ വെല്ലുവിളി ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിസ്റ്റർ ജിഷ ലൈനിലുണ്ട്. സിസ്റ്റർ ജിഷ, കേൾക്കാമോ? പറയൂ, എന്തൊക്കെയാണ് യെരുശലേം മതിലിന്റെ പണിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ? ബ്രദർ ജിനു, ഞാനിപ്പോൾ യെരുശലേം മതിലിൻ്റെ പണി നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ മിസ്റ്റർ നെഹമ്യാവിനും കൂട്ടർക്കും എതിരെ നടക്കുന്ന വെല്ലുവിളി അതിരൂക്ഷമായി തന്നെ നിലകൊള്ളുകയാണ്. ഏറ്റവും ശക്തമായി അവരോട് പോരാടുന്ന സൻബല്ലത്ത്, തോബിയാവ് എന്നീ പറയുന്ന വ്യക്തികളാണ്. ഇവർ പോലീസിൻ്റെ ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തികളാണെന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അവരുടെ പരിഹാസവും വളരെ ശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുറുക്കൻ കയറിയാൽ തകരുന്നതാണ് നിങ്ങളുടെ മതിൽ എന്നുള്ള പരിഹാസ വാക്കുകളാണ് അവർ പുറപ്പെടുവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാരകമായ ആയുധങ്ങൾ കാട്ടി വിരട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ഭീഷണിയിൽ ഒട്ടും ഭയപ്പെടാതെ തന്നെ നെഹമ്യാവും കൂട്ടരും യെരുശലേം മതിലിന്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, ആകയാൽ അവരുടെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് നെഹമ്യാവ് ധൈര്യത്തോടെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഒരു ഭീഷണി ഉണ്ടായാൽ അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതിനായി സ്വർഗീയ സൈന്യം തിരിച്ചതായി ഇപ്പോൾ അറിവിട്ടിട്ടുണ്ട്. ബ്രദർ ജിനു. ഓക്കെ സിസ്റ്റർ ജിഷ, വളരെ നന്ദി. ഈ വർഷത്തെ ബിസിനസ് അവാർഡ് തബീത എന്ന മിടുക്കി സ്വന്തമാക്കി. ടെക്സ്റ്റൈൽ വ്യവസായ മേഖലയിൽ തന്റെ കഠിനാധ്വാനത്തിലൂടെയും ദൂരദർശനത്തിലൂടെയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച തബീത എന്ന പെൺകുട്ടിയെ മികച്ച ബിസിനസ് വുമണായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് അവാർഡ് ദാന ചടങ്ങിലേക്ക് ഒന്ന് പോകാം. Ladies and gentlemen, welcome to you all. ഈ വർഷത്തെ ഏറ്റവും മികച്ച ബിസിനസ് പേഴ്സൺ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് തബീത ഫ്രം യോപ്പ. നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വഴികൾ തുറന്നു കൊടുക്കുകയും ടെക്സ്റ്റൈൽ മേഖലയെ കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് നയിച്ചതും ഇവരുടെ യാത്രയെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു. അവാർഡ് നൽകുന്നതിനായി യോപ്പയിൽ വളരെയധികം സുവിശേഷ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വളരെയധികം അത്ഭുത പ്രവർത്തികളും നടത്തിയ പ്രശസ്ത സുവിശേഷകൻ പത്രോസ് അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഠിനാധ്വാനം, ആത്മവിശ്വാസം, സ്ഥിരത, സാമൂഹിക ഉത്തരവാദിത്തം, ഈ എല്ലാ മൂല്യങ്ങളുടെയും മനോഹരമായ ഉദാഹരണമാണ് ഇവർ. ഇവരുടെ മുന്നേറ്റം നിരവധി യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
ഇനിയൊരു ഇടവേള. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. ഗിലയാദ് തൈലം. കാൽമുട്ടുവേദന, കൈകാൽ കഴപ്പ്, ശരീരവേദന, നടുവേദന, എല്ലാവിധ ഉളുക്കുകളും ഏത് രോഗത്തിനും അത്യുത്തമം ഗിലയാദ് തൈലം. ഗിലയാദിലെ വൈദ്യനാൽ ഉൽപാദിതമായ ദിവ്യ ഔഷധം. ഗിലയാദ് തൈലം. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ല, ആവശ്യക്കാർക്ക് മൊത്തത്തിൽ ഫ്രീ. ഗിലയാദ് തൈലം. ഗിലയാദ് തൈലം. ഗിലയാദ് തൈലം. ഗിലയാദ് തൈലം. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ ലോകസുന്ദരിപ്പട്ടം എസ്തേർ സ്വന്തമാക്കി. യെരുശലേമിൽ നിന്ന് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ പ്രവാസിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ് എസ്തേർ. അഹശ്വേരോഷ് രാജാവ് നടത്തിയ സൗന്ദര്യ മത്സരത്തിലാണ് നിരവധി യുവതികളെ തോൽപ്പിച്ച് മിസ് എസ്തേർ ലോകസുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത്. ഗ്രേസ് ബൈബിൾ സ്കൂൾ സിഹാത്തിന്റെ 2024-25 അധ്യയന വർഷത്തെ സൺഡേ സ്കൂളിന്റെയും CA മീറ്റിംഗിന്റെയും ആനിവേഴ്സറി പുരോഗമിക്കുന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ നിരവധി പ്രോഗ്രാമുകളും CA മെമ്പേഴ്സിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളും നടന്നുവരുന്നു. സിഹാത്ത് ചർച്ചിലെയും മറ്റു ചർച്ചുകളിൽ നിന്ന് കടന്നുവന്ന വിശ്വാസികളുടെയും സാന്നിധ്യം ആനിവേഴ്സറിക്ക് വളരെ അനുഗ്രഹമായി എന്ന് സിഹാത്ത് ചർച്ചിലെ ദേവദാസൻ പാസ്റ്റർ EG ബാബുച്ചായൻ അവർ അറിയിച്ചു. കടന്നുവന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു. ഇതോടെ ഹെവൻലി ന്യൂസിൻ്റെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.